ഇന്ന് വൈകിട്ടത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ചാണകം കിട്ടിയിട്ടുണ്ട്. ചാണകം എന്ന് പറഞ്ഞാൽ നല്ല പച്ച ചാണകമാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ സ്വന്തം വീട് തന്നെ അവിടുത്തെ വാപ്പ വേറൊരു വീട്ടിൽ നിന്ന്, അതും ഒരു അയൽ വീടാണ്, ആ വീട്ടിൽ നിന്ന് അറബനയ്ക്കകത്ത് കുറച്ച് പച്ച ചാണകം എടുത്ത് വീട്ടിൽ കൊണ്ടിട്ട്. ഇപ്പോൾ കൃഷി ആവശ്യത്തിന് വാപ്പ നല്ല കർഷകനാണ്. ഈ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, വാഴയൊക്കെ ഒരുപാട് കൃഷിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ആരെ സഹായത്തിനൊന്നുമല്ല വിളിക്കുന്നത്, സ്വന്തമായിട്ട് തന്നെ ആണ് കിളയ്ക്കുന്നതും വെട്ടുന്നതും എല്ലാം നല്ല സ്വന്തമായിട്ട് തന്നെയാണ്. അപ്പോൾ വാപ്പ അവിടുന്ന് കൃഷിക്ക് വേണ്ടി കുറച്ച് ചാണകം കൊണ്ടിട്ട്, അപ്പോൾ എൻ്റെ അടുത്തൊന്ന് മുകൾക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ കുറേ നാൾ എനിക്ക് പച്ചച്ചാണകം കിട്ടിയിട്ട് ഞാൻ സ്ലറി ഉണ്ടാക്കുമ്പോൾ ജൈവ സ്ലറി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ചാണകം കിട്ടാറില്ല. കാരണം നമ്മൾ വീട്ടിൽ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടൊരു 10 വർഷമായി. ഇപ്പോൾ 9 വർഷത്തോളം ഇവിടെ പശു ഉണ്ടായിരുന്നു. അപ്പം കൃഷിക്കൊന്നും അന്നേ ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം എനിക്ക് ചാണകം ആഴ്ച ഒരു ദിവസം നമ്മൾ ഈ ചാണകം ഒഴിച്ചു കൊടുക്കുന്നത് നല്ല വളർച്ച കിട്ടും. കുഞ്ഞു തൈകളാണെങ്കിലും വലിയ തൈ ആണെങ്കിലും നല്ല വളർച്ച കിട്ടും ഈ ചാണകം ഒഴിച്ചു കൊടുക്കുമ്പോൾ. അതിൻ്റെ കൂടെ ഗോമൂത്രം കൂടെ മിക്സ് ചെയ്താൽ പിന്നെ പറയേ വേണ്ട. എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വർഷത്തിന് ശേഷം എനിക്ക് കുറച്ച് പച്ചച്ചാണകം കിട്ടി. അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ച് ചാണകം ചട്ടിയിലെടുത്ത്, കാരണം കുറേശ്ശേ എടുക്കാൻ നോക്കൂ, കാരണം ഇത് ചുമന്ന് ടെറസിൽ കൊണ്ടുപോകണ്ടേ. ടെറസിലാണ് എൻ്റെ കൃഷികളെല്ലാം. പിന്നെ ചാണകം ഉണക്കുമ്പോൾ എപ്പോഴും വെയിൽ കൂടാതെ അടച്ചിട്ട് ഉണക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ചാണകത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കപ്പലണ്ടി പിണ്ണാക്കും എല്ലുപൊടിയും വേപ്പ പിണ്ണാക്കും അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന സ്ലറിക്കൂട്ട് നല്ലതാണ്. അത് ഞാൻ ചാണകം ഇല്ലാതെ മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വീഡിയോ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് കയറി അത് ഞാൻ മേളിൽ കൊണ്ടുവച്ച്. അപ്പോൾ എനിക്ക് അവിടെ ഒരു വലിയൊരു ബക്കറ്റ് ഇരിപ്പുണ്ട്. ഒരു 100 രൂപയ്ക്ക് ഒരിക്കൽ പളനി പോയപ്പം ഒരു 7-8 വർഷത്തിന് മുന്നേ പളനി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ബക്കറ്റ്. അപ്പം ഞാനതിപ്പം വളം കലക്കാനാണ് ഞാനതിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ കൃഷിക്ക് ആവശ്യമുള്ള വളക്കൂട്ടിൻ്റെ പരീക്ഷണങ്ങളെല്ലാം ഈ ഒരു ബക്കറ്റിലാണ് ഞാൻ നടത്താറുള്ളത്. അപ്പോൾ ഇനി കൃഷിയിലേക്ക് കടക്കാം. പച്ചച്ചാണകം ഉണ്ടല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പച്ചച്ചാണകം മാത്രമുള്ള ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട് കലക്കി. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് കുറച്ച് ഉണക്കായിട്ടിരിക്കുക, ബാക്കി ഇതാ ഇവിടെ കുറച്ച് അതിൽ നിന്ന് പച്ചച്ചാണകം എടുത്തുകൊണ്ട് വന്ന് ഈ ഒരു ബക്കറ്റിലിട്ട് കലക്കുക. നല്ല രീതിയിൽ നേർപ്പിച്ച് ഒഴിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഓസിനകത്തോട്ടിട്ട് നമ്മൾ നല്ലപോലെ കലക്കി നല്ല നേർപ്പിച്ച് ചെടിക്കെല്ലാം ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ വളർന്ന് കിട്ടും. പച്ചക്കറി തൈ നമ്മൾ കൊച്ചു തൈയൊക്കെ വെക്കുമല്ലോ, ഇപ്പോൾ തക്കാളി ആണെങ്കിലും മുളകാണെങ്കിലും, അപ്പോൾ അതിനൊക്കെ ഇതിങ്ങനെ നല്ല നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ വളർച്ച കിട്ടും. ഇത് പച്ചച്ചാണകം മാത്രമേ ഉള്ളൂ. പല രീതിയിൽ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു രീതി, സ്ലറി ഉണ്ടാക്കുന്ന ഒരു രീതി. ചാണകം ഉള്ളവർ ഇതിൻ്റെ കൂടെ ചാണകം മാത്രം ഇട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഗോമൂത്രം കൂടെ ചേർക്കാം. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാ ചാണകം. നല്ലപോലെ നമുക്ക് നല്ല നേർപ്പിച്ച് കലക്കി ഒഴിക്കും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നത്, വെള്ളം ഒഴിക്കുന്തോറും ഇളക്കിക്കൊണ്ടിരുന്നത്. കണ്ട നല്ല രീതിയിൽ നല്ല നേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവം മതി കേട്ടോ, കൂടുതലങ്ങ് നേർപ്പിക്കാൻ വേണ്ട. കട്ടിയായി പോയാലും പ്രശ്നമൊന്നും വരുത്തില്ല. ഇനി നമുക്കിത് ചെടിയുടെ ചുവട്ടിൽ ഓരോ കപ്പ് ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ പയറിന് ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പൂതം മതി, ചെറിയ തയ്യല്ലേ കണ്ടോ. അപ്പം ഇതുപോലെ വളങ്ങൾ മാറി പ്രയോഗിക്കണം കേട്ടോ. വളങ്ങൾ മാറി പ്രയോഗിച്ചാൽ നല്ല രീതിയിൽ വിളവ് കിട്ടും. നമ്മുടെ പയറെല്ലാം പയർ പിടിക്കാൻ തുടങ്ങുന്നുണ്ടോ. ഇവിടെ കുറച്ച് ഉപ്പുണ്ട്, കുറേശ്ശെ മതി, കാരണം അധികം കളയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇത് ഇത്രയുണ്ടല്ലോ, ബാക്കി നമുക്ക് നമ്മുടെ പേരത്തെ ഇതാ കിളിക്കുക. എന്നിട്ട് ഇപ്പം മുളയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ പേരത്തേക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചാണക സ്ലറി കലക്കി ഒഴിക്കുന്നതാണ്. ചാണകം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ
ചേർക്കുന്ന കുറേ ഐറ്റം ഉണ്ട്. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക്, ഗോമൂത്രം, പച്ചച്ചാണകം, അങ്ങനെയുള്ള പല ഐറ്റംസ് ഇതിനകത്ത്. സ്മെല്ല് വിചാരിക്കാൻ ശർക്കര ചേർക്കാം എന്നൊരു അറിവ് എനിക്ക് പുതിയതായിട്ടൊന്ന് കിട്ടിയായിരുന്നു ഞാൻ വേറെ സ്ലറിക്കൂട്ടുണ്ടാക്കിയപ്പോഴേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് പച്ചച്ചാണകം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്രയോഗിച്ച് കൊടുക്കാം. നല്ല റിസൾട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാണകം കിട്ടുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് ഒഴിക്കാൻ നോക്കുക കേട്ടോ. നല്ല വള. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ.